അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൗദാശിക രൂപമായി ഇതാചരിക്കുമ്പോഴെല്ലാം ആദിമസഭയുടെ അനുഭവങ്ങൾ പോലെ അവൻ്റെ പീഡാനുഭവം അനുസ്മരിച്ചുകൊണ്ട് അവൻ്റെ തിരുമരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വരവ് കാത്തിരുന്നു കൊണ്ട് സഭ സ്വർഗീയ ജലസമിലേക്ക് അനുനിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഭയുടെ സ്വർഗീയ തീർത്ഥയാത്രയുടെ ഒരു ഘട്ടത്തിൽ പെസഹ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരാനും കർത്താവിൻ്റെ കൃപയിൽ നിറയാനും അവൻ്റെ സമർത്ഥമായ സാന്നിധ്യത്താലെ സമാശ്വാസം പ്രാപിക്കാനും ഇന്നത്തെ ദിവസം ദൈവം നിശ്ചയിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന തിരുവത്താഴ പൂജയിൽ അനുസ്മരിച്ച് അതിനെയെല്ലാം ഓരോ ദിവസവും സമാപിക്കുമ്പോൾ നീ തന്ന കാലത്തിലും ദേശത്തിലും നീ തന്ന അനുഭവ പാഠങ്ങളിലൂടെ നിന്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അഗാധമായ വിശ്വാസവും ദൈവസ്നേഹവും ഇന്നത്തെ ദിവസം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാവിലെ മുതൽ തിരുവത്താഴ പൂജ കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞെത്തുന്നതുവരെ കർത്താവേ, നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും നീ അത്താഴം കഴിക്കാതെ പിതാവിൻ്റെ ഭവനത്തിൽ നവമായി പാനം ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് സഹനത്തെ ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുഃഖ സാഹചര്യങ്ങളെ നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ മാലാഖ വന്നുവെന്ന് പറയണത് സ്വർഗം നിന്നെ ശക്തിപ്പെടുത്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതുപോലെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന എല്ലാവരെയും, ഓരോരോ മക്കളെയും കർത്താവേ, നീ
ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രാർത്ഥന, നിൻ്റെ നാമത്തിലെ പ്രാർത്ഥന, 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ അറിവടയാളങ്ങളിലൂടെ ഞാൻ ആവഹിച്ച ആധ്യാത്മിക ജ്ഞാനങ്ങളെ അങ്ങയുടെ മക്കൾക്ക് കൈമാറിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡിലൂടെ ജീവിതം ആരംഭിക്കുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിന്ന് തിരികെ വരുന്നത് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി നിൽക്കാനും കടുത്ത ദൈവസ്നേഹത്താൽ ഞങ്ങൾ പരിപൂർണ്ണ നിശബ്ദരായി തീരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആന്തരികതയിൽ ഞങ്ങൾ മതിമറന്നുകൊണ്ട് നിന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും നിൻ്റെ മുറിവുകൾ ഈശോമിശിഹായി സിലിയാൻ തർക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്ന ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീസിലെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ആരാധനാക്രമ ജീവിതം, നമ്മുടെ ലിറ്റർജിക്കൽ ലൈഫ്, ഒത്തിരിയേറെ അനുഷ്ഠാനങ്ങൾ, വളരെ വളരെ അർത്ഥഗംഭീരമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ രക്ഷയുടെ ദിവരഹസ്യങ്ങളെ ആചരിച്ച് ആത്മാഭിഷേകം കൈക്കൊള്ളുന്ന വലിയ ദിവസത്തിൻ്റെ തുടക്കമാണിന്ന്. പെസഹവേഗം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ഞായർ, എല്ലാ ആചാരങ്ങളും അർത്ഥമറിഞ്ഞാൽ അത് സദാചാരമായി മാറും. അർത്ഥമറിഞ്ഞില്ലെങ്കിൽ അത് അനാചാരമായി മാറും. യഹൂദ ജനത അവരുടെ ഭവനങ്ങളിൽ പെസഹ അനുസ്മരിക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി കാരണവരോട് ചോദിക്കും, വൈ വി ആർ ഡൂയിങ് ദിസ്, എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് ഒരു പാരമ്പര്യമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് ചോദിക്കുന്നതാണ്. ഇന്നും ചോദിക്കുന്നുണ്ട് യഹൂദ ഭവനങ്ങളിലെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അപ്പനാ ഉള്ളെങ്കിൽ അപ്പനത് മകനോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ പിതാക്കന്മാർ ഈജിപ്തിലൂടെ കടന്നു പോന്നു. അപ്പോൾ സംഹാരദൂതൻ അവരെ കടന്നുപോയി. നമ്മൾ മുറപ്രകാരം പെസഹ അരളിച്ചതുപോലെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഹാരദൂതൻ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കൈമുക്കി പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി കള്ളപ്പാടിൽ മുക്കിയ ആ ചുവന്ന കൈമുദ്ര കണ്ടപ്പോൾ സംഹാരദൂതൻ നമ്മളെ സംഹരിക്കാതെ കടന്നു പോവുകയും നമ്മുടെ ശത്രുക്കളിനെ നിഹരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ വാഗ്ദാന നാട്ടിലോട്ട് വന്നത്. അപ്പം അത് ഭയങ്കരമായൊരു ഒരു കുഞ്ഞിൻ്റെ ചോദ്യത്തിലാണ് വരുന്നത് ആ ചോദ്യം. അപ്പോൾ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ഒരു ചോദ്യം ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മോട് ചോദിക്കണം. നമ്മൾ ആ ചോദ്യം അതേ ഭയങ്കര രസകര ചോദ്യമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26-27. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ഫറവോയുടെ കാലത്തുണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളാണ് അത് പെസഹയായിട്ട് അവരെന്നും ആരാധിച്ചിരിക്കും. അങ്ങനെ ഒരു പെസഹ കാലത്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ അപ്പോസ്തലന്മാരുടെ കൂടെ പെസഹ ആചരിക്കാൻ വേണ്ടി അന്തത്താഴ തിരുവത്താഴ ശാലയിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ലൂക്ക 22:11-13 വരെ.
ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പെസഹ ഭക്ഷിക്കുന്നതിന് ആ മാളിക മോള് ഒന്ന് സജ്ജീകൃതമാകും. പിന്നെ വിരുന്നുശാല കുറേ മറ്റ് വീടുകളിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. സഭയിലെ അപ്പം മുറുക്കെ ശുശ്രൂഷ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലവും സജ്ജീകൃതമായ സ്ഥലമാണ്, അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കാതെ നിങ്ങൾ വീടുകളിൽ കുർബാന അർപ്പിക്കരുതെന്ന് കാനല്ലൂരിലുള്ളത്. കാര്യം അത് അത്രയും അതിഭൗമവും അതേപോലെ ദൈവികവുമായ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അതിനുവേണ്ടി മാത്രം ഒരുക്കിയ സജ്ജീകൃതമായ സ്ഥലം. അതിൻ്റെ പാരമ്പര്യമാണ് സഭ അനുവർത്തിച്ച് പോരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു ചോദ്യം ചോദിക്കും. എവിടെയാണ്? എന്തൊക്കെ ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്? വായിച്ചേ. ഗുരു നിന്നോട് ചോദിക്കുന്ന എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? അതായത് ഇതുപോലെ ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമുള്ള ശാല എവിടെയാണെന്നുള്ള ചോദ്യം പോലെ തന്നെയാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിനെല്ലാം ഒരു ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വശാന പാടി എതിരേറ്റ് കഴുതക്കുട്ട പുറത്ത് ഇരുന്നുകൊണ്ടാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ ഈ പെസഹാശാലയിലേക്ക് ഒരാഴ്ച മുമ്പ് വന്നത്, ജെറുസലേമിലേക്ക്. അന്ന് ഒരു ചോദ്യമുണ്ട്. അന്നത്തെ ചോദ്യം എന്താണ്? ലൂക്ക 19:33-34. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അറിവാണ് ആചാരങ്ങൾ സദാചാരമാക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ അൾത്താറയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ അറിയുകയും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണിത്. കാര്യം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ ഒരു കാലമാണ്. കാര്യം എല്ലാവരുടെ കയ്യിലും പണ്ടത്തെ ദുഃഖ വെള്ളിയാഴ്ചകളില്ലായിരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മൊബൈൽ. അതുമേ ചവർ കണക്കിന് സാധനങ്ങളല്ലേ വരണത്. നമ്മുടെ ഭക്തിയോ വിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത എന്തെല്ലാം കണ്ടൻറ്റുകളാണ് വന്നത്. ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ ചില സമയത്ത് അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ടത്തതിനേക്കാൾ ചതിക്കുഴികൾ കൂടുതലുള്ളൊരു കാലഘട്ടമായത്. അതുകൊണ്ട് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ സംഭവം ഈ ദിവസങ്ങളിൽ അഥവാ ഓഫാക്കി വെക്കണം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കണം. സുവിശേഷ പെസഹ കണ്ടൻറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഒരു മെഴുകുതിരി കത്തിക്കണം വീട്ടിൽ. നമ്മുടെ ഉടമ്പടി തിരിയൊന്നും എടുത്ത് കത്തിച്ചേക്കരുത്. അല്ലാതെ ഒരു വെള്ളത്തിരി കത്തിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഒരു മനസ്താപനം ചൊല്ലിട്ട് പോകണം. 2 മണിക്കൂർ കൂടുമ്പോഴായാലും മതി. സമയം കിട്ടുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളിൽ വായിക്കണം. യോഹന്നാൻ്റെ 17-ാം അധ്യായം ഒക്കെ. അപ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകും. പിന്നെ ആരോടും വഴക്കിടാൻ നിൽക്കരുത്. നീരസം ഉണ്ടാകാൻ നമുക്ക്, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കരുത്. കാര്യം കർത്താവ് ഒത്തിരിയേറെ നീരസങ്ങൾ അനുഭവിച്ച ഒരു സമയമാണിത്. അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചേക്കണം. എന്നിട്ട് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ കൂടെ വിശുദ്ധ വാരത്തിൽ നമുക്ക് വിശുദ്ധ വാരമാകണമെങ്കിൽ കർത്താവിനെ പോലുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകണമെന്ന്
അപ്പോൾ നമ്മൾ നിശബ്ദരാകുകയും ആ ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ നമ്മളും കർത്താവ് അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് അതിനെ എല്ലാത്തിനെയും പരമപിതാവ് ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതുപോലെ ലോകത്തിൻ്റെ തിന്മകൾക്കും ദൈവത്തെ അറിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിനും ദൈവത്തെ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ പ്രമത്തതയ്ക്കും എല്ലാം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും കർത്താവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉടമ്പടിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവമായിട്ട് അടുക്കാനാണ് വന്നിരിക്കുന്നത്, സ്വന്തമാകാൻ, ഒന്നുകൂടി നമ്മളെ ബന്ധം ഉറപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക. പിശാച് ചെയ്യുന്ന തന്ത്രം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഈ സങ്കടങ്ങളും എപ്പോഴും മനസ്സിൽ നമുക്ക് കാരണം പോലും അറിയില്ല. ഇപ്പോഴത്തെ സങ്കടത്തിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സങ്കടം വരുമ്പോൾ സംഭവിക്കുന്ന എന്താ, നമ്മളെ വിശ്വാസം നഷ്ടപ്പെടും, നമുക്ക് ആ ബോധ്യം നഷ്ടപ്പെടും ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളത്. യോഹന്നാൻ 10:10 പറയുന്നത്, അവൻ വരുന്നത്, സാത്താൻ വരുന്നത് അവൻ കക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. അപ്പോൾ നമ്മളെ കൃപ നഷ്ടപ്പെടുത്തും, സന്തോഷം നഷ്ടപ്പെടുത്തും, സമാധാനം നഷ്ടപ്പെടുത്തും. നമുക്കിപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നതിന് ഒരു വിലയുമില്ല, ഒരു പ്രയോജനവുമില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. സന്തോഷിക്കാൻ മാത്രം ഒറ്റ കാരണമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച പോലും ഇന്നത്തെ ദിവസം ഈ സമയം നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങളെ സങ്കടങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്ത് കാര്യത്തിനാണ് ഞാൻ സങ്കടപ്പെട്ടത്, കരഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ കൊല്ലം ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടത്, ഉൾക്കണ്ടയിൽ പോയതെല്ലാം ഒരു പ്രയോജനമില്ല. എന്താ നഷ്ടപ്പെട്ട? സന്തോഷവും വിശ്വാസവും നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് ഈ സമയത്ത് എനിക്ക് സന്തോഷിക്കാനൊരു കാര്യമുണ്ടായിരുന്നു. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പറയാൻ പറ്റും ഞാൻ സന്തോഷവാനായിരുന്നു. എൻ്റെ ദൈവം അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. സന്തോഷിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊളോസ്യർ 3:2 പരിശുദ്ധാത്മാവ് പറയുന്നത്, നിൻ്റെ ചിന്ത എപ്പോഴും സ്വർഗത്തെ നോക്കിയായിരിക്കണം. സ്വർഗത്തെ നോക്കി, ദൈവത്തെ നോക്കിയാവുമ്പോൾ നമ്മുടെ സന്തോഷം എപ്പോഴും നഷ്ടപ്പെടില്ല. അതിനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്നതെല്ലാം നമ്മളെ പല സന്തോഷവും ഇവിടെ ഈ ലോകത്തെ ആശ്രയിച്ച് നിൽക്കുന്നതുകൊണ്ട് സങ്കടത്തിലേക്ക് മാറുന്ന ഒറ്റ കാര്യം മതി. എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ എല്ലാ പ്രശ്നത്തിനും അതൊന്നും പ്രശ്നമേ ഇല്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല. ദൈവം അറിയാതെ ഒന്നും വരില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധ്യമാണ്. ഞാൻ കടന്നു പോകുന്ന പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നതല്ല, അത് ദൈവത്തിന് അത് പ്രശ്നമേ ഇല്ല. അതെന്തോ ഒരു ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നെക്കുറിച്ച്. അത് എപ്പോഴും നന്മയ്ക്കുള്ള പദ്ധതിയാണ്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകില്ല, പിന്നീട് മനസ്സിലാകും. അതെൻ്റെ നന്മയ്ക്ക് മാത്രമേ ദൈവം അനുവദിച്ചു തരൂ. ഈ ലോകത്തിനും എനിക്കും അത് സങ്കടകരമായിട്ട് തോന്നിയാലും അത് സങ്കടമില്ല. അത് എല്ലാ സങ്കടവും ദൈവം അനുവദിച്ച് തരുന്നത് ദൈവത്തെ വെളിപ്പെടുത്തി തരാനാണ്. എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. ഈ സങ്കടം വന്നില്ലെങ്കിൽ, ഈ പ്രശ്നങ്ങളിലെ കൂടി നീ കടന്നു പോയില്ലെങ്കിൽ, നമുക്കൊരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹത്തിനെയും സംരക്ഷണത്തിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല.
അതുകൊണ്ട് റോമ 8:28 പറയുന്നത് സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റുമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പേടിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കാലത്ത് നമ്മുടെ നന്മയ്ക്കായി മാറും. അപ്പോൾ 3 കാര്യം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഓർത്ത് വയ്ക്കുക. ദൈവത്തെ കൊണ്ട്, ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തേക്ക് വരില്ല, എല്ലാം എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. ഇതെല്ലാം ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളെല്ലാം ഉറപ്പായിട്ട് ജീവിക്കുന്ന ദൈവമാണ്, അതെൻ്റെ നന്മയ്ക്കായി മാറും. ഞാൻ കാത്തിരിക്കണം. ദൈവം എനിക്ക് ബോധ്യം തരുക, അനുഭവം തരുകയാണ്. എന്നെക്കാളും നിന്നെ സ്നേഹിക്കുന്നവർ ആരും തന്നെ ഇല്ല, എനിക്ക് നിന്നോട് കരുതലുണ്ട്. പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് എന്താ? നമുക്കിത് സാത്താൻ വേറൊരു തന്ത്രവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വായന തന്നെ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ 2 പ്രാവശ്യം എടുത്ത് പറയേണ്ട ഈശോ. മത്തായി 6:12 പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ നീ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുക. അത് 6:12 പറഞ്ഞിട്ട് 14 ആവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ നിൻ്റെ സഹോദരനെ ക്ഷമിച്ച ഞാൻ നിന്നെ ക്ഷമിക്കും, ഇല്ലെങ്കിൽ നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെടില്ല. അപ്പോൾ അതിന് പ്രാധാന്യമാണ്. 1 യോഹന്നാൻ 2:9 പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ അന്ധകാരത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവാനുഭവം കിട്ടാത്തത്. നമുക്ക് തോന്നും ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ ഉടമ്പടി എടുത്ത്, ഉടമ്പടി പാലിക്കേണ്ട, കുർബാനയ്ക്ക് ദിവസം പോകുന്നുണ്ട്, കൊന്ത ചൊല്ലുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ ഒളിഞ്ഞിരിക്കുക നമ്മളെ വിദ്വേഷം. നമ്മൾ ബോധപൂർവം അത് ഒഴിവാക്കി കളയും. മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിച്ചല്ലോ, പക്ഷേ ക്ഷമിച്ചിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അന്ധകാരത്തിലാണ്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് നല്ലൊരു ബോധ്യവും പ്രാർത്ഥനയും തന്നെ വേണം ഈ വെറുപ്പ് മാറ്റാൻ. നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആരോടാ വെറുപ്പെന്ന് ഒറ്റ വാക്കിൽ പറയും. എനിക്ക് ആരോട് വെറുപ്പില്ല. ഞാൻ എല്ലാവരെയും ക്ഷമിച്ചിട്ടുണ്ട്, ഇല്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഹൃദയത്തിൽ മുറിവ് കാണും. ആരെങ്കിലും ഒരാളെക്കുറിച്ച് മുറിവ് കാണും. അതുകൊണ്ടാണ് നമ്മൾ അന്ധകാരത്തിലാണെന്നാണ് പറയണം. നമ്മൾ പ്രകാശത്തിലേക്ക് വരണം. അത് വളരെ സിമ്പിളാണ്. ദൈവം ക്ഷമിക്കാൻ റെഡിയാണ്. അപ്പോൾ അത് ആദ്യം നമുക്കത് ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് എങ്ങനെയാണ് എനിക്ക് ഈ വിദ്വേഷം, വെറുപ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്? വെറുപ്പ് മാറ്റാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? വെറുപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ വിജയിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് കേട്ടോ, പിന്നെ എല്ലാം സ്മൂത്തായിട്ട് പോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവം കൂടെ നടക്കുന്ന കാണാൻ പറ്റും. പ്രകാശത്തിലാവുമ്പോൾ ദൈവം കൂടെ നിൽക്കുന്നത് കാണാം. അന്ധകാരത്തിലാവുമ്പോഴാണ് കാണാത്തത്. നമ്മൾ ഈ കറച്ചനും ബഹളവും മാത്രമേ ഉള്ളൂ, ഒന്നും കാണില്ല. ദൈവം അടുത്ത് വന്ന് നിന്ന് നിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാത്ത കാര്യം അത് അന്ധകാരത്തിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്ന് പോകുമ്പോൾ എല്ലാം പ്രകാശത്തിൽ പോകണം. കണ്ണിൻ്റെ അന്ധകാരം എല്ലാം മാറ്റി ദൈവത്തിൻ്റെ കൂടെ നടന്ന് പോവും, അതുറപ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെറിയ 1-2 നമുക്ക് എല്ലാം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഞാൻ ഇന്ന് തൊട്ട് വെറുപ്പ് അങ്ങോട്ട് മാറ്റിയേക്കാം. യെസ്. പക്ഷേ എങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചാൽ മാറ്റി. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇപ്പം അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമ്മളെ സൗകര്യം അനുസരിച്ച് അവനെ കാണുമ്പോൾ ഇല്ല അവളെ കാണുമ്പോൾ തിരിച്ചങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് ഭർത്താവിനോട് ഇന്ന് ക്ഷമിച്ച്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ പഴയ ഓർമ്മകൾ, പിന്നെ വെറുപ്പാണ്. തീരുമാനമൊക്കെ പ്രാർത്ഥിച്ച് ഒരു ധ്യാനമൊക്കെ കൂടി പോവും. ഇന്നെല്ലാം സെറ്റിൽ ചെയ്യണം. ഇന്ന് അമ്മായിയമ്മയോടോ മരുമകളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണം. അയൽക്കാർ
എന്നോട് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ് എനിക്ക് സങ്കടമായിരുന്നു. ഇന്നെല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കണം. പക്ഷേ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും വിധം മാറി. അവളാദ്യം പറയട്ടെ, ഇല്ലെങ്കിൽ അവർ പറയട്ടെ. എൻ്റെ ദേഷ്യത്തിലൊരു ന്യായമുണ്ടല്ലോ. പിശാച് ഇതൊക്കെയാണ് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പിന്നെ പിശാച് തരുന്നത് നാളെ ആകട്ടെ, അങ്ങനെ നാളെ ആകട്ടെ നമുക്ക് ക്ലിയറാകാം, ഭർത്താവായിട്ട് ക്ലിയറാകാം, ഭാര്യയായിട്ട് ക്ലിയറാകാം എന്ന് പറഞ്ഞ് ജീവിതം അവസാനിക്കാറായി. കല്യാണം കഴിഞ്ഞ് 30-40 കൊല്ലമായിട്ടും ക്ലിയറായില്ല. നാളെ ശരിയാക്കാം, നാളെ ശരിയാവും, മറ്റന്നാളാകും. ഇതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിശാച് ഒരു തന്ത്രത്തിൽ നിങ്ങളെ അവൻ കുരുക്കിയിട്ടിരിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇത് കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. ദിവസവും പ്രാർത്ഥിക്കേണ്ട, ഞാൻ ക്ഷമിക്കുന്ന പോലെ എന്നെയും ക്ഷമിക്കുക. അതൊരു പോയം ചൊല്ലുന്ന പോലെ ആയിപ്പോയി പ്രാർത്ഥനയൊക്കെ. സ്കൂളിലെ പാഠം ചൊല്ലുമല്ലേ പിള്ളേർ, അതുപോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കണം. എന്നാൽ ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം എടുക്കുന്ന സമയം തൊട്ട് ദൈവം കൂടെ നടക്കാം. ദൈവത്തിൻ്റെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ശബ്ദമല്ലേ ഈ വചന വാക്കുകളല്ലേ. അപ്പോൾ വായിക്കുമ്പോൾ ആ കാറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടണം. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് വെറുതെ ഈ പത്രം വായിക്കുന്ന പോലെ ആയിപ്പോവും. ബൈബിൾ വായിക്കുന്നതല്ല, കഥാപുസ്തകം വായിക്കുന്ന പോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് ഈ വെറുപ്പ് വരുന്നത്? ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വിദ്വേഷം നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ വെറുപ്പ് കയറി വരുന്നത്? ദേഷ്യത്തിലിരുന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദേഷ്യമാണ് വെറുപ്പായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറയാം, നിങ്ങൾക്ക് പഠിക്കുക ഈസിയാണ്. 1 2 3 4 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയറായി. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഈസിയാണ്. അപ്പോൾ ദേഷ്യത്തിലിരുന്നാണ് ഈ വെറുപ്പ് ഉണ്ടാകുന്നത് അല്ലേ. ദേഷ്യം വന്ന് ആ ദേഷ്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് നിൻ്റെ ദേഷ്യം രാത്രി വരെ ഉണ്ടാകരുത്, പിശാച് അതിനെ പ്രയോജനപ്പെടുത്തുമെന്ന് പറയണത്, ബൈബിളിൽ പറയണത്. അപ്പോൾ ദേഷ്യം അപ്പം തന്നെ ദേഷ്യം കൊണ്ടാണ് വെറുപ്പ് വരുന്നത്. ദേഷ്യം എങ്ങനെയാണ് വരുന്നത്? ദേഷ്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒന്ന് ഓർത്ത് നോക്കുക. ദേഷ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആഗ്രഹത്തിന് പ്രതികൂലമായിട്ട് നമ്മൾ കാണുമ്പോൾ, ആരെങ്കിലും പ്രവർത്തിക്കുന്ന കാണുമ്പോഴോ സംഭവിക്കുന്നത് കാണുമ്പോഴോ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ആഗ്രഹിക്കും, ഭർത്താവ് ആഗ്രഹിക്കുക എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞാലും തിരിച്ച് മിണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല നിങ്ങളെ കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് എന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഭാര്യയ്ക്കും ഭർത്താവ് വന്നിട്ട് നമ്മളെക്കുറിച്ച് അന്വേഷിക്കണം. നീ കണ്ടവാരം ക്ഷീണിച്ചല്ലോ, എന്താ ജോലി ചെയ്യുക, കൂടുതലാണോ ജോലി, നിനക്കെന്താ പ്രശ്നം? ഇത് വന്ന ഉടനെ കുറ്റം പറയുമ്പോഴത്തേക്കും കുറ്റം പറയാൻ പാടില്ലെന്നാണ് നമ്മളെ പ്രതീക്ഷ. അതിൻ്റെ പ്രതികൂലമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ദേഷ്യമായി. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് ആരും കുറ്റം പറയരുത്, പുകഴ്ത്തി തന്നെ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവർ ശ്രദ്ധിക്കുക, അവർക്കാണ് ഈ മെസ്സേജ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവർ ഉറപ്പായിട്ട് 3 പേരെ ക്ഷമിക്കാനുണ്ട്. ആരൊക്കെ ഇപ്പോൾ കണ്ണ് മൂടിയോ അവർ ഓർത്തോ, 3 പേരെ ക്ഷമിക്കാനുണ്ട്. അത് ക്ഷമിക്കാനുള്ള ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിശാച് അന്ധകാരത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തോന്നും ഞാൻ കുറേ പ്രാർത്ഥനയിലാണ്, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വന്നല്ലോ, എന്നിട്ടിങ്ങനെ പുതുക്കും. പിന്നെ വിളിച്ചിട്ട് പറയും, കൗൺസിലിങ്ങിന് വന്നിട്ട് പറയും, ഞാൻ പുതുക്കിയിട്ട് എന്താ കാര്യം നടക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. അതിന് നീ ദൈവത്തെ കാണണ്ടേ, അന്ധകാരത്തിൽ നടക്കുകയില്ലേ. അപ്പോൾ പലവർക്ക് ക്ഷമിക്കാൻ അറിയില്ല. ക്ഷമിക്കാൻ എന്താ, ഞാൻ ക്ഷമിച്ചു, അതാണ് ക്ഷമ. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ എൻ്റെ ജോലിക്കാരുണ്ട് വീട്ടിൽ, എൻ്റെ ഓഫീസിൽ കംപ്ലീറ്റ് ചവറ് ഉണ്ടാവും. എൻ്റെ ടേബിളിൻ്റെ പുറത്തൊക്കെ ചവറ് താഴെ.
അവനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ ക്ലീൻ ചെയ്ത്, പക്ഷെ ചവറ് അവിടെ തന്നെ. അപ്പോൾ അവൻ ക്ലീൻ ചെയ്യണം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കും, പക്ഷെ താഴെ ചവറ് കാണും. അപ്പോൾ നമ്മൾ ക്ഷമിച്ച്, പക്ഷെ വെരുപ്പ് ഇവിടെ തന്നെ ഉണ്ടാകും, ചവറ് അവിടെ തന്നെ ആയിരിക്കും. ക്ലീൻ ചെയ്തെന്ന് നമുക്ക് തോന്നും, അവൻ ചെയ്തിട്ടും ഉണ്ടാകും, കുമ്പസാരിക്കും, പക്ഷെ പിന്നെയും ഇവിടെ സൂക്ഷിക്കും, ചവറ് അവിടെ തന്നെയാണ്. മുകളിൽ കൂടി ഇങ്ങനെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവനിക്ക് തോന്നണം പിന്നെ അവിടെ ചവറ് കാണരുത്. അവനെ സംബന്ധിച്ച് അവൻ ജോലി ചെയ്ത്, അവൻ ചൂലെടുത്ത് ക്ലീൻ ചെയ്ത്, പക്ഷെ ചവറ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, പിന്നെ അവിടെ മുറിവ് പാടില്ല. പിന്നെ അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നരുത്, വേദന വരരുത് ഹൃദയത്തിലേക്ക്. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം, ക്ഷമിച്ചത്. അതാണ് വെറുപ്പ് മാറിയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരോടാണ് നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്ന, മുറിവുണ്ടായിരുന്നോ, അവരെ നിങ്ങൾ പോയി പിന്നെ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മളോട് സംസാരിച്ച, നിങ്ങൾക്കെതിരെ പിന്നെയും സംസാരിച്ചാലും നിങ്ങൾക്ക് മുറിവ് തോന്നിക്കരുത്, വേദന തോന്നിക്കരുത്, ദേഷ്യം വരരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വേണ്ടിയത്. അപ്പോൾ ഈ ദേഷ്യത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? അപ്പോൾ ദേഷ്യം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ക്ഷമിക്കാൻ പറ്റാത്തത് വെറുപ്പ് വന്നത് ദേഷ്യം കൊണ്ട്. ദേഷ്യത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ഫസ്റ്റ് പ്രോസസ്സ്, നിനക്ക് സംഭവിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ് ദേഷ്യം അത് കണ്ടുപിടിക്കുക. ആ ദേഷ്യത്തിൻ്റെ വേദനയില്ലേ, മുറിവില്ലേ, അതിനെ മറക്കാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനെ മറക്കണം, വേദനയെ മറക്കണം. അതിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, എന്നെ ഈ കൂട്ടത്തിൽ വെച്ച് എന്നെ അപമാനിച്ചല്ലോ, എന്നെക്കുറിച്ച് മോശം അവരോട് പറഞ്ഞല്ലോ, എൻ്റെ കാശ് പറ്റിച്ചല്ലോ, ഞാൻ ചെയ്യാതെ തെറ്റ് എന്നെക്കുറിച്ചിങ്ങനെ പറഞ്ഞല്ലോ, മക്കളുടെ മുമ്പിൽ എന്നെ ചീത്തയാക്കിയല്ലോ, എന്നെ മോശപ്പെടുത്തിയല്ലോ, ഞാൻ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത്, എല്ലാവരും മുമ്പിൽ എന്നെ ഒച്ചെടുത്തല്ലോ, എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതൊക്കെ മുറിവായിട്ട് കിടപ്പുണ്ടാവും. അതിനെ ആദ്യം മറക്കുക. എങ്ങനെയാണ് മറക്കുന്നത്? ഇതും പോയിട്ടുണ്ട്. മറക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ മറന്നേക്കാന്ന് പറഞ്ഞാൽ മറക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് മറക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മറക്കുന്നത് എങ്ങനെയാണ്? ഓർമ്മയിലിരുന്ന് എടുത്ത് കളയാം. മറക്കുന്നതിൻ്റെ പേരാണ് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. മറക്കുക ഈക്വൽ ടു ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാണ് മറക്കുക, ക്ഷമിക്കുക? അത് മറക്കാൻ ഈ ഓർമ്മയുടെ സ്ഥലത്ത് ഒരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് സംഭവിച്ച വേദനയും മുറിവും, ആ സ്ഥലത്തേക്ക് ദൈവത്തെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഓർക്കണം. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, സാത്താൻ ഈ വെറുപ്പിട്ട് തന്നെ നിൻ്റെ ഓർമ്മയിൽ ഇത് കിടക്കണം, നീ ധ്യാനിക്കാൻ, നീ എപ്പോഴും ഈ വേദനയെക്കുറിച്ച് തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എല്ലാം ഉണ്ട്, എന്നാലും എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇല്ല അവളെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അവനിങ്ങനെ എന്നോട് ചെയ്തല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ, അത് കാരണം ഇവനാണല്ലോ. ഇത് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഓർക്കില്ല, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ബോറടിക്കുന്ന പോലെ തോന്നിയാലും നിങ്ങളിത് ഒരു ഹോംവർക്ക് ചെയ്ത് നോക്ക്, ഒരാഴ്ച ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് വ്യത്യാസം എന്നെ ഉണ്ടായില്ല എന്ന് നിങ്ങൾ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരാഴ്ച ഹോംവർക്ക് ചെയ്യും, പക്ഷെ അത് സിൻസിയറായിട്ട് ചെയ്യണം, ആത്മാർത്ഥതയോടെ ചെയ്യണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഓർക്കുക. ദൈവത്തെക്കുറിച്ച് എന്താ ഓർക്കേണ്ടത്? എന്ത് വേദനയാണോ, എന്ത് മുറിവാണോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഇതിനേക്കാളും, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് എന്താ ഓർക്കേണ്ടത്? ഇതിനേക്കാളും ഇതേപോലത്തതും ഇതിനേക്കാളും വലിയ പാവങ്ങൾ ഞാൻ ദൈവത്തിനെതിരെ ചെയ്തിട്ടുണ്ട്. അത് ആദ്യം കണ്ടെത്തുക. അത് കണ്ടെത്തുക. ഉറപ്പായിട്ട് നമ്മൾ പാവം ചെയ്തിട്ടുണ്ടാവും.
നമ്മ മറ്റുള്ളവരെ തെറ്റെന്ന് പറയുന്നത് നമ്മ അവരുടെ തെറ്റ് മാത്രം കാണുന്നതുകൊണ്ടാണ്. നമ്മ ഇതിനേക്കാളും വലിയ പാപം നമ്മ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓർമ്മയിൽ അത് വരും. അത് ഓർത്ത് പറയണം, ദൈവമേ ഇവർ എനിക്കെതിരെയല്ലേ പാപം ചെയ്തത്, ഞാൻ നിനക്കെതിരെ പാപം ചെയ്തത്. അപ്പോൾ ഏത് പാപമാണ് കൂടുതൽ ഭയാനകം? ഏതാ? നമ്മ ദൈവത്തിനെതിരെ ചെയ്ത പാപമാണ്. ആ പാപം ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. എൻ്റെ പാപം നീ ക്ഷമിച്ചല്ലോ. അപ്പോൾ ദൈവം ആ ക്ഷമ, എത്ര കിലോ ക്ഷമയെ നമുക്ക് തന്ന? ഒരു 1000 കിലോ ക്ഷമ നമുക്ക് തന്നു. ഓക്കെ, ഒരു 1000 കിലോ ക്ഷമ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ പാപങ്ങൾ നമ്മൾ അതിനേക്കാളും വലിയ പാപം ചെയ്തിട്ടുണ്ട്, ദൈവത്തിനെതിരെ ചെയ്തത്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് അപ്പോൾ അതിനെതിരെ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ദൈവത്തിനെതിരെയാണ് നമ്മൾ പാപം ചെയ്തത്. ആ പാപം ദൈവം നമ്മളെ ക്ഷമിച്ചപ്പോൾ ആ ക്ഷമയിൽ ബാക്കി കിടപ്പുണ്ടാവും. 1000 കിലോയിൽ ഒരു 5 കിലോ എടുത്തിട്ട് അവരെ അങ്ങോട്ട് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ ക്ഷമിച്ചതുകൊണ്ട് ഞാൻ അവരെ ക്ഷമിക്കുകയാണ്. അത് ബോധപൂർവ്വം ക്ഷമിക്കണം. ദൈവം നിന്നെ ക്ഷമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ മറ്റുള്ളവരെ ക്ഷമിക്കുക, ഇത് വെച്ചിട്ട് ബാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്നാലും നീ മറ്റുള്ളവരെ ക്ഷമിക്കുന്നത് പോലെ നിൻ്റെ പാവങ്ങളെ ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ ദൈവം കരുണയുള്ളവനാണ്. ആദ്യം നമ്മളങ്ങോട്ട് ക്ഷമിച്ചിരിക്കുക, ക്ഷമയുടെ അങ്ങേയറ്റം ക്ഷമിച്ചിരിക്കുക. അത് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല. സ്വന്തം ജീവനും രക്തവും കൊടുത്താണ് നമ്മളത് ക്ഷമിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ക്ഷമിക്കാനുള്ളതൊക്കെ ചെറിയ കാര്യമാണ്. അപ്പോൾ ആ ക്ഷമയിലിരുന്ന് എടുത്തിട്ട് അങ്ങോട്ട് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് രണ്ടാമത്, ഉടമ്പടിയിൽ നമ്മൾ സമയ ചുരുക്കത്തിന് വേണ്ടി നമ്മൾ ഒരു നിയോഗം വയ്ക്കാറില്ലേ? പ്രൈസ് ദി ലോർഡ്. സമയ ചുരുക്കത്തിന് വേണ്ടി നമ്മൾ ഒരു നിയോഗം വയ്ക്കുന്നില്ലേ? അതിൽ ഒരു നിയോഗം വെക്കണം, ഞാൻ മറക്കാൻ എൻ്റെ സമയം ചുരുക്കി തന്നെയെന്ന്. നമുക്കൊക്കെ സംഭവിക്കുന്നത്, ചിലവർ കല്യാണത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ 70 വയസ്സിൽ ഓർത്തിരിക്കും. അന്ന് ആ മനുഷ്യനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അന്ന് തൊട്ടേ പുള്ളിക്ക് എന്നോട് സ്നേഹമില്ല. അപ്പോൾ അത് ഇങ്ങനെ വെറുപ്പായിട്ട് മനസ്സിലുണ്ടാവും. അമ്മായിയമ്മ പറഞ്ഞത് എപ്പോഴോ പറഞ്ഞ കാര്യങ്ങളൊക്കെ 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ അത് മാത്രം ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കും. അത് മറന്നു പോകാതെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. അപ്പോൾ അമ്മയോട് പറയണം, സമയം ചുരുക്കി തരണേ, ഞാൻ ഇത് മറക്കാനുള്ള സമയം എനിക്ക് ചുരുക്കി തന്നെ. 1 മിനിറ്റ് കൊണ്ട് ഞാൻ മറക്കുകയാണ്. 1 മണിക്കൂറിൽ ഞാൻ മറന്നു പോകണേ. 1 മിനിറ്റ് മതി. മറന്നു പോയി കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഈസിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ക്ഷമിക്കാതിരിക്കാൻ വേറൊരു കാരണമുണ്ട്. ഈ സാത്താൻ്റെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഈ ആദ്യം അവർ പറയട്ടെ, അവർ ഒന്ന് ചിരിച്ച് കാണിക്കട്ടെ, എന്നാൽ ഞാൻ പോയിട്ട് അങ്ങോട്ട് സംസാരിക്കാം. എവിടെയെങ്കിലും വെച്ച് അവരൊന്ന് ചിരിക്കട്ടെ, പിന്നെ അവരെന്നെ തിരിഞ്ഞു നോക്കട്ടെ. അതുപോലെ ദിവസവും പ്രശ്നം അവസാനിക്കില്ല. ഇവൾ അവസാനിപ്പിക്കട്ടെ, ഇവളുടെ സ്വഭാവത്തിൽ മാറ്റം വരട്ടെ, എന്നാൽ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റാം. ഇതിങ്ങനെ ജീവിതം കഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ സാത്താൻ്റെ തന്ത്രമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കോയമ്പത്തൂർ സ്പീച്ചിൽ പറഞ്ഞ, ഈ കൊച്ചു കരയുന്നത് കാലിൽ ചവിട്ടിയിട്ടാണ്. നമുക്ക് കാല് ചവിട്ടി വയ്ക്കും, എന്നിട്ട് കൊച്ചു കരഞ്ഞോട്ടെ. കൊച്ചിനോട് ചോദിച്ചാൽ നീ എന്താ കരയണേ? അച്ഛൻ എൻ്റെ കാല് ചവിട്ടി വെച്ചിരിക്കുകയെന്ന്. അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും, ഇവൻ കരയുന്നുകൊണ്ടാണ്, ഇവൻ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ കാല് ചവിട്ടി പിടിച്ചിരിക്കുമെന്ന് പറയും. അപ്പോൾ കാല് എന്താ ഇതിങ്ങനെ ഇട്ടിരിക്കുമെന്ന് പറയും. പക്ഷെ മനസാക്ഷിയുടെ അകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുറ്റം പറഞ്ഞത്. ഭാര്യയോട് എന്താ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കണം? അങ്ങേര് കുറ്റം പറയുന്നതുകൊണ്ടാണ് ഞാൻ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാ പ്രശ്നം. വളരെ സിമ്പിളാണ്. ഇതിൽ ആദ്യം ആര് ചെയ്യുമെന്നുള്ളതാണ്. ഒരാൾ സൗമ്യതയോടെ മുഖം വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ഈ കുറ്റം പറച്ചിൽ നിൽക്കും. ഈ കുറ്റം പറച്ചിൽ നിന്ന് കഴിഞ്ഞാൽ മുഖത്തിൽ സന്തോഷവും സ്നേഹവും കാണും. ഇതാണ്. അതിനെ തന്നെ ഇതെല്ലാം ഈശോ അറിഞ്ഞോട്ട ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞ് ഈശോ വെച്ചിരിക്കണം. മത്തായി 7:12. മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന്, നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നോ, നീ അത് അങ്ങോട്ട് ആദ്യം ചെയ്യുക എന്നാണ്. ഈസ് ദി ലോർഡ്. മറ്റുള്ളവർ ആദ്യം വന്ന് ക്ഷമ പറയട്ടെ എന്ന് ആണ് നീ ആഗ്രഹിക്കുന്നത്. അത് നീ ആദ്യം പോയി ക്ഷമ പറ, നീ ക്ഷമിക്കേ. മത്തായി 5:23 അതാ പറയണം, നീ
ബലിപീഠത്തിൽ വരുമ്പോൾ നിനക്ക് ദേഷ്യമുള്ളവരോടില്ല, നിന്നോടായിരിക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പോയി രമ്യപ്പെടുക അമ്മ. നിന്നോടായിരിക്കും വേണമെങ്കിൽ ദേഷ്യപ്പെടാം, അത് ന്യായം ഉണ്ടാകാം, അന്യായമായിട്ട് ദേഷ്യപ്പെടാം, പക്ഷെ നീ പോയാണ് രമ്യപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് ബോധപൂർവം ചെയ്യണം. നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ ജീവിതം തീർന്നു പോകും, ജീവിതം മൊത്തം നരയിക്കും, ഒരു സമാധാനം ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതാണ് എപ്പോഴും, അത് ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതാണ്. എന്താണ് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കണം. ദൈവാരാധന എന്താണ്? ഇതിൻ്റെ ഒരു മെത്തേഡാണ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പിന്നെയും ഈ സാത്താൻ കൊണ്ടുവന്നിട്ട് വെറുപ്പ് നമ്മളേക്ക് ഇടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് അവൻ്റെ മരുന്നാണ്. കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആയുധമാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്ധകാരത്തിലാണ്. എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് ദൈവാനുഭവം കിട്ടില്ല, ദൈവത്തെ കാണാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നത് മൊത്തം തിന്മയാണ്. അപ്പോൾ ഇത് എപ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ടിരിക്കുക. ദൈവത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ദൈവാരാധന. ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുക. എല്ലാ കാലത്തും എല്ലാ സമയത്തും എപ്പോഴും ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുക. അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആദി പിതാവിനോട് പറഞ്ഞത്, ഈ നന്മ തിന്മ തിരിച്ചറിയുന്ന മരത്തിരുന്ന് നീ ഫലം കഴിക്കരുത്. നന്മ തിന്മ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ അറിയാം. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്, ഈ തീരുമാനം എടുക്കാം, ഈ തീരുമാനം എടുക്കണ്ട, എൻ്റെ മക്കളെ ഇത് പഠിപ്പിക്കാം, ഇത് പഠിപ്പിക്കേണ്ട, ഇപ്പോൾ കടം വാങ്ങിച്ച് ഈ പ്രശ്നം തീർക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പലതും നന്മ തിന്മ തിരിച്ചറിയുന്ന പഴം കഴിച്ചിരിക്കുക. അതാണ് കുഴപ്പം. അത് കളയണം, അത് ശ്രദ്ധിച്ച് കളയണം ആ പഴം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ഒരു കാര്യത്തിന് അപ്പോൾ സംരക്ഷണത്തിലിരുന്ന് പുറത്തേക്കായി. ആരാധനയില്ല, ദൈവ ഓർമ്മയില്ല. നമുക്കെപ്പോഴും ആരെക്കുറിച്ചാണ് ഓർമ്മ? നമ്മളുടെ ശക്തിയിൽ നമുക്ക് ആശ്രയിച്ച് നമ്മൾ നിൽക്കുക. ഞാൻ കാശുണ്ടാക്കണം, കുറേ പൈസ ബാങ്കിലുണ്ടെങ്കിലേ നടക്കൂ. അവസാന കാലത്ത് എനിക്ക് ആരും സഹായത്തിന് ഉണ്ടാകില്ല, അതിനുവേണ്ടി ഞാൻ കാശ് ചേർക്കുക. ബാങ്കിലുണ്ടാകണം, ബാങ്ക് ബാലൻസ് ഉണ്ടാകും. നീ അവസാന കാലത്ത് നീ ഉണ്ടാവുക ഇല്ല എന്ന് നിനക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് കണ്ടമാനം വലിയ വീട് വയ്ക്കും, 2 നിലയൊക്കെ വയ്ക്കും. 2ാമത്തെ നിലയിലേക്ക് നിനക്ക് നടന്ന് കയറാൻ പറ്റുമോ എന്ന് നിനക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. പടി കയറാൻ പറ്റില്ല, പടിയിൽ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആ വീട്, ആ അപ്പുറത്തെ വീട്, നീ ദൈവത്തേക്ക് ആശ്രയിക്കുക. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം നിനക്കെന്ത് ആവശ്യമുണ്ട്, നീ എന്ത് ഭക്ഷിക്കണം, എന്ത് കുടിക്കണമെന്ന് എനിക്കറിയാം. അത് ലൂക്ക 12:22 12:7 പറയാം, നിൻ്റെ ഓരോ മുടിതാരം ഞാൻ എണ്ണിയിരിക്കുകയാണ്. അത്രയ്ക്ക് കരുതലാ ദൈവത്തിന്. നീ ചിന്തിക്കരുത് ഒന്നിനും, എല്ലാ ദൈവത്തിനും അങ്ങോട്ട് വിട്ടുകൊടുക്കുക. എങ്ങനെയാണ് ആശ്രയിക്കുക? ദൈവത്തെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം? അത് 2-3 ബൈബിൾ നോക്കുമ്പോൾ പത്രോസ് ആശ്രയിച്ച പോലെ ദൈവം, ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വന്നപ്പോൾ അവിടെ കൊടുങ്കാറ്റുണ്ടായി. ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വന്നപ്പോൾ അപ്പോൾ പത്രോസ് ആദ്യം പേടിച്ച്, പിന്നെ കാണുമ്പോൾ ഈശോ ആണെന്ന് അറിഞ്ഞിട്ട് പത്രോസ് പറയും, ഞാനും കൂടി നടക്കട്ടെ ഈശോയെ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും വാ എന്ന് പറയും. അപ്പോൾ ഈശോനെ നോക്കി നടക്കാൻ സാധിച്ച് കുറച്ച് കഴിഞ്ഞ് പേടിക്കുമ്പോഴത്തേക്കും മുങ്ങിപ്പോകാൻ തുടങ്ങി. മുങ്ങിപ്പോയാലും പത്രോസിന് വളർന്നത് ജനിച്ചതെല്ലാം കടലിലാണ്. അങ്ങേക്ക് നീന്താൻ അറിയില്ലേ? ആകെ വഞ്ചി ഇത്രയും അടുത്താണ് ഉള്ളത്, ഈശോയെ അടുത്തുള്ളത്. അവിടെ നിന്ന് ഒച്ചയെടുക്കും, ഈശോയെ എന്നെ രക്ഷിക്കണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാളുടെ കഴിവിലില്ല വിശ്വസിച്ചത്. അയാൾക്ക് നീന്താൻ അറിയാം, അയാൾ മരിക്കുകയില്ല. വെള്ളത്തിൽ എത്ര നേരം വേണമെങ്കിലും അയാൾ പൊങ്ങിക്കിടന്നോളും. എന്നിട്ടും കരഞ്ഞതെന്താ? എനിക്ക് എൻ്റെ ദൈവം മാത്രമേ
ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആശ്രയിച്ച് നിൽക്കുന്ന, ഇപ്പോൾ നമ്മളെ മക്കൾ നമ്മളെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ, ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ സങ്കടപ്പെടും, കരച്ചിലായി, ബഹളമായി. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ കാര്യത്തിലേ സങ്കടം പാടുള്ളൂ. എഴുതി വെച്ചോ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടും. എൻ്റെ ദൈവത്തിനെ എനിക്ക് കാണണം. എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അകന്നുപോയി. എനിക്കതാണ് എൻ്റെ ജീവിതത്തിലെ ദുരിതം, ഉൾക്കണ്ട, വേറൊന്നുമില്ല. അതാണ് ആശ്രയം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നിനെക്കുറിച്ചും ബുദ്ധിമുട്ടില്ല. മക്കൾക്ക് അയ്യോ ഭക്ഷണം കിട്ടിയില്ലോ, വെള്ളം കിട്ടിയില്ലോ, പാല് കിട്ടിയില്ലോ ഒന്നുമില്ല കരച്ചിൽ. അമ്മയെ കണ്ടില്ല കരച്ചിൽ. ഉറങ്ങി എണീക്കുമ്പോൾ അമ്മയെ കണ്ടില്ലെങ്കിലോ കരച്ചിൽ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കണം. നീ ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത്. അതേപോലെ വിധവയുടെ ദൈവം വിധവ കാഴ്ച ഇടുന്നത് 2 നാണയമാണ്. അവളുടെ ജീവിതത്തിൽ അവൾ ഉണ്ടാക്കിയതെല്ലാം ദൈവത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താ? ബാക്കി കാര്യം എൻ്റെ ദൈവം നോക്കിക്കോളും. എനിക്കൊരു പ്രശ്നം വന്നാൽ ദൈവം നോക്കിക്കോളും. അതേപോലെ നമുക്കുള്ള എല്ലാ പ്രശ്നവും എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തേക്ക് വരുമ്പോഴാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. സാധാരണ സമയത്ത് എല്ലാം നമ്മളെ തന്നെ നമ്മളെ ശക്തിയെ ആശ്രയിച്ച് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പറ്റില്ല. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും നാട്ടിൽ പോകണം, ദൈവത്തോട് ചോദിക്കണം. ആശ്രയിച്ച് നിൽക്കുന്നവരെല്ലാം ചോദിക്കണം, ഞാൻ ഇന്ന് പോകണം, നാളെ പോകണം. പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ബസ്സിൽ പോകണം, ട്രെയിനിൽ പോകണം, കാറിൽ പോകണം, ചോദിക്കും, ദൈവം പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞ് നിങ്ങൾ ട്രെയിനിലാണ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു വിമിഷ്ടം തോന്നിക്കും. എന്നാൽ കാറിൽ പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ സന്തോഷം തോന്നിക്കും. അതാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവഹിതം എങ്ങനെയാണ് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നിക്കും. അത് ദൈവം സംസാരിക്കും. അതിന് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം. എല്ലാ കാര്യവും ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഒരു തീരുമാനവും അപ്പം എടുക്കരുത്. അത് പ്രത്യേകിച്ച് പാവം ചെയ്യുന്ന തീരുമാനമാണ്, ദൈവവചനത്തിന് എതിരാണെങ്കിൽ അത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളുടെ ശക്തിക്ക് സാധിക്കും. നമുക്ക് കുറേ ചിലപ്പോൾ പണമുണ്ട്, ഇല്ല പ്രശസ്തിയുണ്ട്, ആൾക്കാരെ പരിചയമുണ്ട്, എല്ലാവരെയും ഉണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യരുത്. വീട് വാങ്ങിക്കാനുള്ള കാശെല്ലാം നമ്മുടെ കയ്യിൽ നിറച്ചുണ്ടാവും. നമ്മുടെ കയ്യിലുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞാൽ കൊള്ളാമല്ലോ, പുറമേ ഇരുന്ന് കണ്ടിട്ട് ഇത് കൊള്ളാം, ഈ വീട് കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കരുത്. അവിടെ മക്കളുടെ കയ്യിൽ എൻ്റെ മോൻ്റെ കയ്യിൽ അവൻ്റെ അക്കൗണ്ടിൽ കാശ് കിടപ്പുണ്ട്, അവനേക്ക് ഞാൻ പൈസയും കൊടുത്തു വിടും. പക്ഷെ ഒരു ചെറിയ കാര്യം വാങ്ങിക്കണമെങ്കിൽ അവൻ കോളേജിൽ ഇരുന്ന് വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു സാധനമുണ്ട്, കാറിന് പറ്റിയതാണ്, ഇത് വാങ്ങിക്കണോ വേണ്ടയാ? പ്രൈസ് ദി ലോർഡ്. അവൻ ചോദിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവം എത്ര വലിയവനാ. പ്രൈസ് ദി ലോർഡ്. കുറേ ദിവസം ഇങ്ങനെ ചോദിക്കണം. ഇത് ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഇത് ക്ലമൻ്റ് ഉണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ സഹായിക്കുന്ന ആളാണ്, കോയമ്പത്തൂർ. അപ്പോൾ ഇവർ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഒരു 10 ഏക്കറിലാണ് അവിടെ ധ്യാനകേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്, കോയമ്പത്തൂർ കൃപാസന മിഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളവൻ കുറച്ച് ദിവസമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. കുറേ നോട്ടീസ് അയക്കും, അവിടുത്തെ തഹസിൽദാരും കളക്ടറിനും ഇവർക്കൊക്കെ നോട്ടീസ് അയച്ച് ആ ഓഫീസേഴ്സ് തന്നെ എന്നെ വിളിച്ചിട്ട് പറയും, ഈ പ്രശ്നം നിങ്ങൾ വിചാരിച്ചാൽ അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ലേ? ദൈവം എനിക്ക് പണം തന്നിട്ടുണ്ട്, കോൺടാക്ട്സ് തന്നിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. എനിക്ക് ഒരു കംപ്ലയിൻ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പൂട്ടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് സാധിക്കും. അത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഞാനും ആദ്യം വിചാരിച്ച് കംപ്ലയിൻ്റ് എഴുതി കൊടുക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വന്ന വചനം ഏതാണെന്ന് വെച്ചാൽ പുറപ്പാട് 14:14 നീ മിണ്ടാതിരിക്കുക, നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാണ് ആശ്രയം. പക്ഷേ എനിക്ക് ഒരു ഫോൺ കോൾ മതി, ഒരാളെ വിളിച്ച് പറഞ്ഞാൽ, ഇല്ല ഒരു ലെറ്റർ എഴുതിയാൽ മതി, ഒരു കംപ്ലയിൻ്റ് അയാൾക്ക് എതിരെ എഴുതിയാൽ മതി, എനിക്ക് പ്രൂഫ് എല്ലാം സാധിക്കും. എന്നെ സഹായിക്കാൻ അത്ര ആൾക്കാരുണ്ട്. പക്ഷേ എഴുതുമ്പോൾ ഒരു വാക്കെങ്കിലും നുണയായി പോവും. എൻ്റെ ആസ്തിയിലും ദൈവം തന്നെ ആസ്തിയിലും
എൻ്റെ കോൺടാക്ട്സ് അതും ദൈവം തന്നതിൽ ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴത്തേക്ക് അവിടെ ദൈവം അവിടെ എവിടെയാണ് ആരാധന തന്നെ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് മത്തായി 5:11 എന്നെ പ്രതി നീ സഹിക്കുമ്പോൾ നീ ഭാഗ്യവാനാ. അപ്പോൾ എങ്ങനെയാണ് സഹിക്കുന്നത്? ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിനെ തെറ്റാതെ നടക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നമുണ്ടല്ലേ, കുറച്ച് താമസിക്കും. അയാളിപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ലെറ്റർ അയച്ച് അവരെനിക്ക് നോട്ടീസ് അയക്കേണ്ടി വരും, ഞാൻ അതിന് റിപ്ലൈ അയക്കണം, അവർ വന്ന് അളക്കും, സ്ഥലം അളക്കും, അത് ഇത് എന്നെല്ലാം പറഞ്ഞ് പ്രശ്നമാണ്. എപ്പോഴും ഞാൻ ഓഫീസിൽ പോയി നിൽക്കണം, അവിടെ കളക്ടർ ഓഫീസിൽ പോയി നിൽക്കേണ്ടി വരും, അവിടെ ഒരു ദിവസം വേസ്റ്റ് ആക്കണം, ഈ റിപ്ലൈ കൊടുക്കാനും പോകണം. അപ്പോൾ അയാളെ പ്രതിയാക്കാൻ പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ കാശ് ചോദിച്ചുകൊണ്ടാണ്. അയാൾ കാശ് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ പ്രൂഫും ഉണ്ട്. അയാൾ കാശ് ചോദിച്ചെന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടും ചെയ്യാതിരിക്കുന്നത് ദൈവം പറഞ്ഞു നീ മിണ്ടാതിരിക്കും. ഞമ്മ മിണ്ടാതിരിക്കുമ്പോൾ ഞമ്മക്ക് കുറച്ച് സഹിക്കാൻ വരുമല്ലോ. എന്നെ പ്രതി നീ അപമാനം സഹിക്കുമ്പോഴും ആൾക്കാർ ഇല്ലാത്തതെല്ലാം നിന്നെക്കുറിച്ച് പറയുമ്പോഴും 5:11 പറയണം, നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുക. നമുക്ക് ചിലപ്പോൾ എല്ലാം സാധിക്കും, എന്നാലും എൻ്റെ ദൈവം പറയട്ടെ, എൻ്റെ മകൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കട്ടെ. എൻ്റെ മകൾക്ക് ചെക്കനെ ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. വരട്ടെ, വരും. അപ്പോൾ ദൈവത്തോട് പറയണം, നാളെ പറയാം, മറ്റന്നാൾ പറയാം, 3 കുർബാന കൂടിയിട്ട് ഞാൻ പറയാം. അപ്പം തീരുമാനം പറയണം, ഈശോടുത്ത് പറയണം, ഈശോയെ നീ അയച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നീ പറ, നീ സംസാരിക്കും. ദൈവം സംസാരിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിനെ ക്ഷമിക്കുക. അത് എവിടെ നിന്നാണ്? നീ കയ്യിൽ നിന്ന് എടുത്തിട്ട് ക്ഷമിക്കേണ്ട. 1000 കിലോ ദൈവം തന്നിട്ടുണ്ടല്ലോ, അതിലൊരു 10 കിലോ എടുത്തെടുത്ത് ബാക്കി 990 കിലോ നിൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, അത് കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. എടുത്ത് ക്ഷമിക്കുക, എല്ലാവരും ക്ഷമിക്കുക. അതിനു വേണ്ടിയാണ് ദൈവം തന്നിരിക്കണം, നിനക്ക് ക്ഷമ തന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ തൊട്ട് അനുഗ്രഹിക്കണേ അമ്മ. ഞങ്ങളുടെ ഹൃദയത്തിൽ തൊടണേ. ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള അനുഗ്രഹം തന്നെ ഈ നിമിഷത്തിൽ. ഞങ്ങളെ വെറുപ്പിൻ്റെ കാരണം, ദേഷ്യം, ആ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ, ഓർമ്മിപ്പിച്ച് തന്നെ. എന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു ബോധ്യം തന്നെ അമ്മ, ദൈവം ഈശോ നിൻ്റെ മകൻ ഞങ്ങളെ ക്ഷമിച്ചിരിക്കുക. ആ ക്ഷമയിലിരുന്ന് ഒരു തുള്ളി എടുത്ത് ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള അനുഗ്രഹം തന്നെ, അനുദപിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരുന്ന അമ്മ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.